ഒടുവിൽ ലോകം എന്ത് ചിന്തിച്ചോ അത് ശരിയായിരുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മതിക്കുകയാണ്. ഒരു മാസം പിന്നിട്ടിട്ടും ഇപ്പോഴും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കുപോക്കും സാധ്യമായിട്ടില്ല. വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇറാന് 15 നിർദ്ദേശങ്ങൾ നൽകിയ ട്രംപ് തന്നെ ആക്രമണം കടുപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നത് യുദ്ധത്തിന് എരികേറ്റുകയാണ്. അതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. എന്തിനു വേണ്ടിയാണ് ഇറാനെ ഇത്ര രൂക്ഷമായി അമേരിക്ക ആക്രമിക്കുന്നത് എന്ന സംശയം യുദ്ധം ആരംഭിച്ചതു മുതൽ ലോകത്തിനാകെയുണ്ട്. ഒടുവിൽ യുദ്ധലക്ഷ്യം ഇറാന്റെ എണ്ണ തന്നെയാണ് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് എത്രത്തോളം സാധ്യമാകുമെന്ന് ഉറപ്പില്ല എങ്കിലും ട്രംപ് നടത്തിയ യുദ്ധലക്ഷ്യത്തിന്റെ പ്രഖ്യാപനം ആഗോള വിപണിയിൽ തന്നെ വലിയ ആശങ്കയ്ക്ക് ഇട നൽകുന്നതാണ്. ഇതിനിടയിലാണ് ഇന്ന് വൻ പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ച് US ഇറാനിലെ ഇസ്ഫഹാനിൽ ആക്രമണം നടത്തിയത്. 2000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബാണ് വർഷിച്ചത് എന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. വൻ സ്ഫോടനത്തിന്റെ വീഡിയോ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുമുണ്ട്. ശക്തമായ ആക്രമണം നടന്ന ഇസ്ഫഹാൻ 2.3 ദശലക്ഷം ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. ആക്രമണത്തിനായി വലിയ അളവിൽ ബങ്കർ ബസ്റ്റർ അഥവാ പെനിട്രേറ്റർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുവെന്നാണ് US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പൊട്ടും മുൻപ് കോൺക്രീറ്റോ പാറയോ തുരന്ന് അകത്തു കയറാൻ കഴിയുന്ന ബോംബിനെയാണ് ബങ്കർ ബസ്റ്റർ എന്ന് വിളിക്കുന്നത്. വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ സംഭരിച്ചിരിക്കുന്നതിനാൽ ബോംബിന് വലിപ്പം കൂടും. 200 അടി ആഴത്തിൽ തുരക്കാൻ ബോംബിന് കഴിവുണ്ട്. ഭൂമിക്കടിയിലെ ശത്രു കേന്ദ്രങ്ങളെയാണ് ഇത്തരം ബോംബുകൾ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രമായതുകൊണ്ടാണ് ഇസ്ഫഹാനെതിരെ അമേരിക്ക പ്ലാന്റ് ആക്രമണം നടത്തിയത് എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ആണവ കേന്ദ്രത്തിന് പുറമെ ബദ്ർ സൈനിക താവളവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ജൂണിൽ അമേരിക്ക ആക്രമണം നടത്തിയപ്പോഴും ഇസ്ഫഹാനിൽ ബോംബിട്ടിരുന്നു. ലോകത്ത് ഇന്നുവരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സാങ്കേതിക തികവുള്ള B-2 വിമാനങ്ങളാണ് ബങ്കർ ബസ്റ്റർ ബോംബ് വർഷിക്കാൻ ഉപയോഗിച്ചത് എന്നാണ് സൂചനകൾ. ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന യുറേനിയം നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബങ്കർ ബസ്റ്റർ അമേരിക്ക പ്രയോഗിച്ചത് എന്നാണ് വിദഗ്ധർ കരുതുന്നത്. അതിനിടെ ഈ അടുത്ത കാലത്ത് വെനസ്വലയിൽ അധിനിവേശം നടത്തി ആ രാജ്യം പിടിച്ചടക്കിയതുപോലെ 23 വർഷം മുൻപ് ജോർജ് ബുഷിന്റെ കാലത്തെ ഇറാഖ് അധിനിവേശം പോലെയൊക്കെ തന്നെ ഇറാനിലും എണ്ണപ്പാടങ്ങളിലാണ് തന്റെ ലക്ഷ്യമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ എണ്ണ തന്നെയാണ് തന്റെ ഏറ്റവും ഫേവറേറ്റ് താല്പര്യമെന്ന് ട്രംപ് വെളിപ്പെടുത്തിയത് ആരെയും അങ്ങനെ ഞെട്ടിച്ചിട്ടില്ല. എണ്ണ ലക്ഷ്യം വെച്ച് തന്നെയാണ് അമേരിക്ക വെനസ്വലയിലും അധിനിവേശം നടത്തിയത്. ഇറാന്റെ എണ്ണയുടെ സവിശേഷത തന്നെയാണ് ഇറാനിലേക്ക് ട്രംപിനെ എത്തിച്ചതും. ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെയോ 3ാമത്തെയോ എണ്ണ ഉൽപാദക രാഷ്ട്രം എന്ന നിലയിൽ അവിടുത്തെ എണ്ണ സമ്പത്തിനപ്പുറം ഇറാനിയൻ എണ്ണ ശേഖരത്തിന്റെ സവിശേഷത ഏറ്റവും വലിയ ഘടകമാണ്. കേവലം എണ്ണ ഉൽപാദക രാജ്യം എന്നതിനപ്പുറം ലോകത്തെ ഏറ്റവും വലിയ ഹൈഡ്രോ കാർബൺ ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ. ആഗോള എണ്ണ ശേഖരത്തിന്റെ 12% ഇറാനിലാണ് എന്ന് കണക്കുകൾ തെളിയിക്കുന്നു. ഏകദേശം 208.6 ബില്യൺ ബാരൽ എണ്ണയുടെ കരുതൽ ശേഖരമാണ് ഇറാനിലുള്ളത്. അതായത് ഏകദേശം 20,800 കോടി ബാരൽ എണ്ണ എന്ന് വെച്ചാൽ അത് 290 വർഷക്കാലത്തേക്ക് ഉപയോഗിക്കാനാവശ്യമായ എണ്ണയുടെ കരുതൽ ശേഖരം ഇറാനിലുണ്ട് എന്ന് സാരം. അപ്പോൾ പിന്നെ ഇറാനിലെ എണ്ണ തന്നെയാണ് തന്റെ ഫേവററ്റ് താല്പര്യമെന്ന ട്രംപിന്റെ വാക്കുകൾ വെറും വാക്കല്ല. ഇറാനിലെ പ്രതിദിന എണ്ണ ഉൽപാദനം ഏകദേശം 45 ലക്ഷം ബാരൽ വരെയാണ്. അഥവാ ലോകത്തിലെ മൊത്തം വിതരണം ചെയ്യുന്ന എണ്ണയുടെ 5% ഉൽപ്പാദിപ്പിക്കുന്നത് ഇറാനിലാണ് എന്ന് വ്യക്തം. കടുത്ത ഉപരോധങ്ങളുമായി അമേരിക്ക ഇറാനെ വരിഞ്ഞു മുറുക്കുമ്പോഴും പല മാർഗങ്ങളിലൂടെ ഇറാൻ തങ്ങളുടെ എണ്ണ വിദേശ വിപണികളിലേക്ക് ഇപ്പോഴും എത്തിക്കുന്നുണ്ട്. ദിനംപ്രതി ഏകദേശം 15 ലക്ഷം ബാരൽ എണ്ണയോളം ഇറാനിൽ നിന്ന് വിദേശ വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഇതിൽ വലിയൊരു ശതമാനവും വാങ്ങുന്നത് ചൈനയും, ഏതാണ്ട് 90%. ഇനി നിങ്ങൾ പറയൂ, താൻ ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നത് വിഡ്ഢിത്തമാണ് എന്ന് പറയുന്നവരാണ് യഥാർത്ഥ വിഡ്ഢികളെന്ന ട്രംപിന്റെ വാക്കുകളിൽ ഈ കച്ചവടക്കണ്ണ് അടങ്ങിയിട്ടില്ലേ? കഴിഞ്ഞില്ല, ഇറാനിലെ ഗാർഗ് ദ്വീപ് പിടിച്ചടക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതോടെ ഇറാന്റെ എണ്ണ ശേഖരത്തിന്റെ വലിയൊരു ഭാഗം തന്റെ അധീനതയിലാകുമെന്ന് ട്രംപ് കണക്കുകൂട്ടുന്നു. ഗാർഗ് പിടിച്ചെടുക്കാൻ തനിക്ക് 5 മിനിറ്റ് പോലും തികച്ചു വേണ്ട എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു ഭാഗവും, അതായത് ഏകദേശം 90% നടക്കുന്നത് ഗാർഗ് ദ്വീപ് വഴിയാണ്. ഇറാന്റെ മറ്റു തുറമുഖങ്ങളിൽ നിന്ന് വിഭിന്നമായി കപ്പലുകൾക്ക് നങ്കൂരമിടാൻ പാകത്തിൽ ആഴമുണ്ട് എന്നതാണ് ഗാർഗിന്റെ പ്രത്യേകത. ഗാർഗിലെ ഇറാന്റെ പ്രതിരോധ ശക്തിയൊക്കെ ക്ഷയിച്ചുവെന്നും ദ്വീപ് വെറും ഈസിയായി പിടിച്ചെടുക്കാനാകുമെന്നും ട്രംപ് പറയുന്നു.
ഗാർഗ് ദ്വീപിൽ നിന്ന് ഇറാനിലേക്ക് നീളുന്ന പൈപ്പ് ലൈൻ വെറും 5 മിനിറ്റ് കൊണ്ട് തകർക്കാനാകുമെന്നും അങ്ങനെ ഒരു പൈപ്പ് ലൈൻ വീണ്ടും നിർമ്മിക്കുക എളുപ്പമല്ല എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതെല്ലാം ഗാർഗിലും ഇറാന്റെ എണ്ണ സമ്പത്തിലും കണ്ണുവെച്ചുകൊണ്ടുള്ള പ്രസ്താവനകളാണ്. പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം പിടിച്ചെടുക്കുന്നതോടെ ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് തകർക്കാമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. ദിവസേന 1.3 മുതൽ 1.6 ദശലക്ഷം ബാരൽ എണ്ണ ലോക വിപണിയിലേക്ക് ഒഴുകുന്ന ഗാർഗ് അദീശ്യപ്പെടുത്തിയാൽ ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകരുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ട്രംപിന്റെ നീക്കം. ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധത്തിനിടെ ഒരിക്കൽ ഗാർഗ് ലക്ഷ്യമാക്കി അമേരിക്ക ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ഇറാന്റെ എണ്ണ സമ്പത്ത് അമേരിക്ക കൈക്കലാക്കിയാൽ എന്ത് സംഭവിക്കും? അമേരിക്ക ഒരിക്കലും എണ്ണ സമ്പന്ന രാജ്യമല്ല, പക്ഷേ ഏറ്റവും വലിയ എണ്ണ സംസ്കരണ രാജ്യമാണ്. ഈ എണ്ണ സംസ്കരണത്തിന്റെ അളവ് കൂട്ടിയാൽ ലോക എണ്ണ വിപണി പിടിച്ചടക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. യൂറോപ്പ് മുതൽ ഏഷ്യ വരെ എണ്ണ ഉപഭോഗ രാജ്യങ്ങളെ തങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരാനും അമേരിക്കയ്ക്ക് കഴിയും. അതുകൊണ്ടാണ് വെനസ്വേലയെ ലക്ഷ്യമിട്ടതുപോലെ ഇറാനെയും ലക്ഷ്യമിട്ടത്. പക്ഷേ അമേരിക്ക ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല. ഇറാന്റെ പ്രതിരോധത്തിന് മുന്നിൽ ട്രംപ് തളർന്നു. ഭീമമായ സാമ്പത്തിക നഷ്ടം സഹിക്കേണ്ടി വന്നു അമേരിക്കയ്ക്ക്. എന്നിട്ടും ട്രംപ് ആക്രമണം മതിയാക്കിയിട്ടില്ല. പക്ഷേ വെടിനിർത്തലിന് സന്നദ്ധമെന്ന് പറഞ്ഞ് തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇറാനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ലക്ഷ്യമിട്ടു. അവിടെയും പാളി. ട്രംപിന്റെ 15 നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞ ഇറാൻ പകരം 5 നിർദ്ദേശങ്ങൾ ട്രംപിന് മുന്നിൽ വെച്ചു. ഇറാനുമായി ചർച്ച നടക്കുമെന്നും ഒരു ഡീൽ ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ട്രംപ് ഇറാനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഗാർഗ് പിടിച്ചടക്കാനുള്ള സൈനിക നീക്കം ബാധിക്കാൻ പോകുന്നത് ലോക എണ്ണ വിപണിയെ ആകമാനമാണ്. ആഗോള എണ്ണവില കുതിച്ചുയരും. ഇത് ലോകത്തിന്റെ ആകെ സമ്പദ്ഘടന പിടിച്ചു കുലുക്കും. ആ അർത്ഥത്തിൽ ട്രംപിന്റെ ഈ നീക്കം ആഗോളതലത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇപ്പോൾ തന്നെ ലോകത്തിന്റെ എണ്ണ നീക്കത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് സ്ട്രെയ്റ്റ് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അമേരിക്കയ്ക്കും ഇസ്രയേലിനും അവരുടെ സഖ്യരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഹോർമൂസ് അടഞ്ഞുകിടക്കുന്നു. ഗാർഗ് പിടിച്ചടക്കുമെന്ന ട്രംപിന്റെ ഭീഷണി ഹോർമൂസ് സ്ഥിരമായി അടയ്ക്കുന്നതിലേക്കും എത്തും. അങ്ങനെ ഹോർമൂസ് അടയ്ക്കപ്പെട്ടാൽ ഇതിന്റെ അനന്തരഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയുമായിരിക്കും. അതുകൊണ്ട് ഗാർഗ് ദ്വീപിനുമേൽ അധികാരം സ്ഥാപിക്കുന്നത് ആരായാലും അവരാകും ഭാവിയിൽ ആഗോള ഇന്ധന വിലയും നിശ്ചയിക്കുക.